അതുകൊണ്ട് കുംഭമാസത്തിൽ മാവുകൾ പൂക്കുന്ന സമയത്ത് എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുമെന്നും സന്തോഷത്തോടുകൂടി പോകണമെന്ന് പറഞ്ഞിട്ട് നെരണത്ത് അപ്പോസ്തലന മാർത്തോമാ ശ്ലീഹ വന്നിട്ട് കുറെ ആൾക്കാരെ മാമോദിസ മുക്കി ക്രിസ്ത്യൻ മതത്തിലോട്ട് ചേർത്തു. ആ കൂട്ടത്തിൽ എന്നാൽ കാർത്തിക നാളിൽ അമ്മ ദേശത്തേക്ക് തിരികെ വരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ തിരികെ വരുന്നതിൻ്റെ സൂചനയായിട്ട് നടയ വീട്ടിൽ എന്ന് പറയുന്ന ആ ഒരു വീട്ടിലെ മുതിർന്ന ആൾക്ക് സ്വപ്നത്തിൽ ദർശനം കിട്ടുമെന്നും ആൽമരത്തിൻ്റെ കൊമ്പ് തനിയെ ഒടിഞ്ഞു വീഴുമെന്നും മണി ഹലോ, ഏവർക്കും മാർട്ടിൻ സാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക്കവീട്ടിൽ. തേര് വലിക്കുന്ന, കുത്തിയോട്ടപ്പാട്ടുകൾ ഉരുവിടുന്ന, മേളവും താളവും വിശ്വാസവും ഭക്തിയും മണ്ണും മനുഷ്യനും എല്ലാം സമന്വയിക്കുന്ന ഓണാട്ടുകരയുടെ ഓരോ ചങ്കിലും ആവേശം ഭക്തിയാൽ ആറാടുന്ന, ദേശത്തിൻ്റെ സ്വന്തം അമ്മയെ പ്രകീർത്തിക്കുന്ന നാടിൻ്റെ ഉത്സവം. അതെ, ഓണാട്ടുകരയുടെ സ്വന്തം ചെട്ടുകുളങ്ങര കുംഭഭരണി. ചന്തം കൊണ്ടും ആ ഒരു ശ്രേഷ്ഠത കൊണ്ടും ആ ഒരു നാടിൻ്റെ, ആ നാട്ടുകാരുടെ മനം കവരുന്ന, ലോകത്തിൻ്റെ ഒന്നാകെ നെറുകയിലേക്ക് നടന്നു കയറിയ ഒരു വലിയ ഉത്സവമാണ് കുംഭഭരണി എന്ന് പറയുന്നത്. ഞാൻ ശേഖരിച്ച അറിവിൻ്റെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്നോടത് ക്ഷമിക്കുമെന്നും എൻ്റെ പരിമിതിയായിട്ട് കണക്കാക്കുമെന്നും ഈ വീഡിയോയിൽ പ്രസ്താവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുള്ള തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ മറ്റുള്ളവരിലേക്ക് ഈ വിവരങ്ങൾ പൂർണ്ണമായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരിക്കും, പക്ഷേ ഈ വിവരങ്ങൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടിയും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയും ഈ വീഡിയോയിൽ റിയാക്ട് ചെയ്യാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. കൂടാതെ ഈ വീഡിയോയിൽ ദേശം, കര, അമ്പലത്തിൻ്റെ ഉത്സവം, അവിടുത്തെ ഉപദൈവങ്ങൾ, ദേവത, അവിടുത്തെ ചരിത്രം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക, കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശ്രേഷ്ഠികുളങ്ങര അഥവാ ചെട്ടികുളങ്ങര ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു ഗ്രാമമാണ് ചെട്ടികുളങ്ങര എന്ന് പറയുന്നത്. ചെട്ടികുളങ്ങര എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിലകൊള്ളുന്ന ഒരു പുരാതനമായ അമ്പലമാണ് ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ചെട്ടികുളങ്ങര അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു ദേശത്തിൻ്റെ അമ്മയായിട്ട്, ആ ഒരു ദേശത്തിൻ്റെ കാവലാളായിട്ട്, ആൾക്കാരുടെ എല്ലാം മനസ്സിൽ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഓടി വരുന്ന ആ ഒരു രൂപമായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു അമ്മ ഭദ്രകാളി എന്നുള്ള സങ്കല്പമാണ്. ഭദ്രകാളി എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് അവിടെ ആ ഒരു ദേവീ ചൈതന്യത്തെ കണക്കാക്കുന്നതും പ്രാർത്ഥിച്ചു പോരുന്നതും. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ആ ഒരു ഫെസ്റ്റിവലാണ് കുംഭഭരണി എന്ന് പറയുന്നത്. കുംഭമാസത്തിലെ ഭരണി നാളിൽ നടക്കുന്ന ആ ഒരു ഉത്സവം, ചെട്ടുകുളങ്ങരയിലെ ആ ഒരു ഉത്സവം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കൂടാതെ US festival.com എന്ന് പറയുന്ന ആ ഒരു കമ്പനി, അവരുടെ ആ ഒരു സ്ഥാപനം 50,000-ഓളം ഉത്സവങ്ങളെ ലിസ്റ്റ് ചെയ്തതിൽ 1-ാം സ്ഥാനത്തേക്ക് വന്നത് നമ്മുടെ ഈ ഒരു നാട്ടിലെ മാവേലിക്കരയിലെ ചെട്ടുകുളങ്ങര എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു അമ്പലത്തിലെ ഉത്സവമാണ് എന്ന് പറയുന്നത് എത്രമാത്രം വലിയ അത്ഭുതകരമായ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. കാരണം ഒരിക്കലെങ്കിലും പോയവർക്കറിയാം, അല്ലെങ്കിൽ ഒരു ചിത്രമെങ്കിലും അതിൻ്റെ കണ്ടവർക്കറിയാം, ഇത്രമാത്രം സുന്ദരമായിട്ടാണ് ആ ഒരു ഉത്സവം നടത്തപ്പെടുന്നത്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അവിടെ ആ നടത്തപ്പെടുന്ന ആ ഒരു കാഴ്ചക്കണ്ടത്തിലെ ആ ഒരു കാഴ്ച, അതൊക്കെ ഓരോ മനുഷ്യൻ്റെ മനസ്സിലും, ഭക്തൻ്റെ എന്ന് മാത്രമല്ല ഓരോ മനുഷ്യൻ്റെ മനസ്സിലും കോറിയിടുന്നത് ഒരു വലിയ ക്യാൻവാസിലെ ചിത്രമാണ് എന്ന് പറയുന്നതിൽ ശരിക്കും അതിശയോക്തി ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. നാഗരികതയുടെ യാതൊരു കെട്ടുപാടുകളും ഇല്ലാതെ തനതായ ഗ്രാമീണ ഉത്സവത്തിൽ നിന്നും ലോകത്തിൻ്റെ നെറുകയിലേക്ക് പടർന്നു കയറിയ ആ ഒരു ഉത്സവം, ആ ഒരു ഉത്സവത്തിൻ്റെ പേരാണ് ചെട്ടുകുളങ്ങര കുംഭഭരണി. ഗ്രാമീണ ജനതയുടെ ഒത്തുകൂടലിൻ്റെ ആഘോഷമാണ് ശരിക്കും കുംഭഭരണി എന്ന് പറയുന്നത്. ചെട്ടുകുളങ്ങര അമ്പലം രൂപീകൃതമായതിൻ്റെ ഐതിഹ്യ കഥകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. അമ്മേ ശരണം, ദേവീ ശരണം,
ചെട്ടികുളങ്ങരയമ്മയെ ശരണം. ചെട്ടികുളങ്ങരയമ്മയുടെ ആഗമനം സംബന്ധിച്ച് പല വായ്മൊഴികളും ഇവിടെ പ്രചാരത്തിലുണ്ടെങ്കിലും ഏറെ പറഞ്ഞ് കേട്ടിരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അതായത് കായംകുളം രാജാവ് നാട് വാണിരിക്കുന്ന സമയം, ഇന്നിപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന ആ സ്ഥാനത്ത് പണ്ട് ക്ഷേത്രങ്ങൾ ഒന്നുമില്ലായിരുന്നു. അവിടെ ശ്രേഷ്ഠികൾ എന്ന് പറയുന്ന ചെട്ടിയ സമുദായത്തിൽപ്പെടുന്നവർ മണ്ണ് കൊണ്ട് കലങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു തോടുണ്ടായിരുന്നു, ഉദളപ്പുഴ തോടെന്നാണ് അതിന് പറഞ്ഞിരുന്നത്. ആ തോട്ടിൽ കൂടി കെട്ടുവള്ളത്തിൽ ഇവരുണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ കരിപ്പുഴ കടവൂർ വഴി ആലപ്പുഴ കൊണ്ടുപോയി വിപണിയിലെത്തിച്ച് അങ്ങനെ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ഒരു വിഭാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഈ സമയത്ത് തന്നെ കായംകുളം രാജാവിൻ്റെ കരം പിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വളരെ വിശ്വസ്തരായ രണ്ടുപേരുണ്ടായിരുന്നു. ഒന്ന് നല്ല തമ്പിയും ഒന്ന് ചെമ്പോലിൽ കാരണവരും. അപ്പം കരംപിരിവുമായിട്ട് സംബന്ധിച്ച് ഇവർ തമ്മിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രേവതി നാളിൽ കൊയ്പ്പള്ളിക്കാരായ്മ അമ്പലത്തിൽ കെട്ടുത്സവമുണ്ട്. എല്ലാ വർഷവും ഈ കരപ്രമാണികൾ കൊയ്പ്പള്ളിക്കാരായ്മ കെട്ടുത്സവം കാണാൻ ചെട്ടികുളങ്ങരയിൽ നിന്ന് പോകും. അവരെ കളത്തട്ടിൽ സ്വീകരിച്ചിരുത്തും. അങ്ങനെ അവർ വളരെ സന്തോഷവന്മാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കരംപിരിവ് സംബന്ധിച്ചുള്ള വാക്കുതർക്കം നിലനിൽക്കുന്ന കാലത്ത് ഇവർ ഉത്സവം കാണാൻ ചെന്നപ്പോൾ അവരെ അവിടെ ആക്ഷേപിച്ചു. എന്തുകൊണ്ടോ അവർക്ക് മാനസികമായിട്ട് വളരെ വിഷമമുണ്ടായി. അവരവിടെ വെച്ചൊരു തീരുമാനം എടുക്കുക, ഞങ്ങൾക്ക് ഇതുപോലൊരു ക്ഷേത്രം വേണമെന്നും ഒരു കെട്ടുത്സവം നടത്തണം, അതിനായിട്ട് എന്തു വന്നാലും ഞങ്ങൾ പോവുകയാണെന്ന് വിചാരിച്ച് അവർ അവിടുന്ന് ഒരു പ്രതിജ്ഞ എടുത്തിട്ട് കാൽനടയായിട്ട് ഈ ചെമ്പോലിൽ കാരണവർ, പുതുപ്പരയ്ക്കൽ എന്നുള്ള കാരണവർ, കാട്ടൂരെ കാരണവർ, മേച്ചേരിൽ മങ്ങാട്ടിയത്ത്, ഇങ്ങനെ ഇത്രയും വീട്ടിലുള്ള കാരണവന്മാർ ഇവിടുന്ന് കാലുതണ്ടയായിട്ട് കൊടുങ്ങല്ലൂർ അമ്മയുടെ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ കുളിച്ച് ഭജന ചെയ്തു. ഇവരുടെ സങ്കടങ്ങൾ തമ്പുരാട്ടിയുടെ മുമ്പിൽ പറഞ്ഞു. ഇങ്ങനെ 12 ദിവസം അവരോട് കഴിഞ്ഞുകൂടി. ഈ സമയത്ത് അവിടുത്തെ പ്രധാന പൂജാരിക്ക് ഒരു വെളിപാടുണ്ടായി. ഓടനാട്ടിൽ നിന്നും കുറേ ഭക്തരിവിടെ വന്നിട്ടുണ്ടെന്നും അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണമെന്നും അതുകൊണ്ട് കുംഭമാസത്തിൽ മാവുകൾ പൂക്കുന്ന സമയത്ത് എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുമെന്നും സന്തോഷത്തോടുകൂടി പോകണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് പട്ടും നാന്തകവും കൊടുത്തു വിടുക. അവർ അമ്മയുടെ വാക്കിൽ വിശ്വസിച്ച് അവർക്ക് പോരുന്നു. ഈ സമയത്ത് എനിക്ക് വേറൊരു ഭാഗത്തോട്ട് ഈ കഥയുടെ ഒരു വശം കൊണ്ടുപോകാനുള്ളത്, നെരണത്ത് അപ്പോസ്തലന മാർത്തോമാ ശ്ലീഹ വന്നിട്ട് കുറെ ആൾക്കാരെ മാമോദിസ മുക്കി ക്രിസ്ത്യൻ മതത്തിലോട്ട് ചേർത്തു. ആ കൂട്ടത്തിൽ ഒരു വീട്ടുകാര്, ഹിന്ദുക്കളിൽപ്പെടുന്ന ഒരു വീട്ടുകാർ മതം മാറി ക്രിസ്തുമതം സ്വീകരിച്ച് അവർ ക്ഷേത്രത്തിനടുത്ത് അവരെ താമസം ഉണ്ടായിരുന്നു. അതിൽപ്പെടുന്ന മൂത്ത കാരണവരായിരുന്ന ഈനാശു, ആ ഈനാശുവിന് കായംകുളം കാദീശ പള്ളിയിൽ ജോലിയും, ആ വെടിജോലി കഴിഞ്ഞുള്ള സമയത്ത് അദ്ദേഹം വന്നിട്ട് കരിപ്പുഴ തോടിൽ കടത്തിറക്കുകയും മീൻ പിടിക്കുകയും അങ്ങനെയായിട്ട് സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കടത്തിറക്കി കഴിഞ്ഞിട്ട് ധൃതി പിടിച്ച് പോവാനായിട്ട് ഒരുങ്ങുമ്പോൾ പടിഞ്ഞാറ് നിന്ന് ഒരു സ്ത്രീയുടെ വിളിയ, കടത്തുകാരാ. അദ്ദേഹം നോക്കി ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രൗഢയായ ഒരമ്മയാ, മുലക്കച്ചിയൊക്കെ കെട്ടി ഒരു നിൽക്കുക. ഇദ്ദേഹം വള്ളം തുഴഞ്ഞ് അവിടെ ചെന്ന് എന്താ അമ്മയെന്ന് ചോദിച്ചു. അത് എനിക്ക് ചെട്ടികുളങ്ങര വരെ പോകണം. എവിടുന്നാ? ഞാനിങ്ങനെ കൊടുങ്ങല്ലൂരെന്നാ വരും. ശരി വന്നാട്ടെന്ന് പറഞ്ഞ് വള്ളത്തെ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് ഇക്കരെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. ഇത് കടവൂരാണ്, ഈ ഭാഗത്തിന് കടവൂരെന്ന് പറയും. കടവൂർ മഹാദേവന്റെ അമ്പലത്തിൽ അന്നേരം ഇടയ്ക്കയൊക്കെ കൊട്ടുന്ന അവിടെ താമരമുണ്ട്, അവിടോട്ട് തൊഴുതു. അത് കഴിഞ്ഞ് അല്പം കൂടെ കിഴക്കോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആഞ്ഞിലി മരങ്ങൾ നിൽക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒന്ന് വിശ്രമിച്ചാട്ട്, ഞാൻ ചെന്ന് വള്ളമൊക്കെ കെട്ടിയിട്ട് വന്നിട്ട് നമുക്ക് രണ്ടുപേരും കൂടെ ചെട്ടികുളങ്ങരയ്ക്ക് പോവാം, ഇത്രയും നടന്നുള്ള ക്ഷീണമുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം ഇത് പറയുമ്പോൾ ഇതിനടുത്ത് രചകന്മാർ, മുണ്ടലക്കുന്നവരുടെ വീട്ടിൽ ഒരു ചെറിയ വെളിച്ചം കണ്ടു.
അവർ ഈ വെളുപ്പിനെ എണീറ്റിട്ട് മുണ്ടലക്കാൻ ഈ കരിപ്പഴ തോട്ടിലാണ് പോകുന്ന സമയത്ത് ഇവർ കഞ്ഞിയും പുഴുക്കും ഒക്കെ ഉണ്ടാക്കി അതുകൂടെയൊക്കെ കൊണ്ടുപോയവർക്ക്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഈനാശു ചെന്നിട്ട് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്മ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നിരിക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമെന്ന്. അവർ സന്തോഷത്തോടെ അയ്യോ എന്നെന്താ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരില പിന്നെ ഈ ഇതുള്ള നമ്മുടെ ഈ ഓലം മടല് ഈ വളച്ച് അതിനകത്തിൽ വാഴയില വെച്ചിട്ട് അതിനകത്തിൽ കഞ്ഞിയും പുഴുക്കും ഇതെല്ലാം കൂടെ വിളമ്പി ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹം കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് കഴിച്ചാട്ടെന്ന് പറഞ്ഞു. അയ്യോ അപ്പം ഇയാൾക്ക് വേണ്ട അമ്മ കഴിച്ചാട്ട് ഞാൻ അപ്പോഴത്തേക്ക് വള്ളമൊക്കെ ഇതാക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ പോയി വള്ളമൊക്കെ കെട്ടിയിട്ട് ഇദ്ദേഹം വന്ന് നോക്കിയപ്പോൾ അവിടെ ആളിനെ കാണുന്നില്ല. ഇദ്ദേഹം മാനസികമായിട്ട് ഇദ്ദേഹത്തിന് വലിയ പ്രയാസമായി. അപ്പം കുറേ നേരം അവിടെയൊക്കെ തിരക്കി കണ്ടില്ല. ഇദ്ദേഹം നേരെ അങ്ങ് ചെട്ടുകുളങ്ങരയ്ക്ക് പോയി. ഈ നടന്ന വിവരങ്ങളൊക്കെ നാട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ദിവസം ഇപ്പം ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ തെക്ക് വശത്ത് താഴവന ഇല്ലം എന്ന് പറഞ്ഞൊരു ഇതാണ്. ആ ഇല്ലത്തെ കെട്ടിമേച്ചില പെരമേയുക. അപ്പോൾ പെരമേയുന്ന സമയത്ത് ഈ മേച്ചിൽക്കാർക്ക് ഉച്ചയ്ക്ക് കഞ്ഞിയും പുഴുക്കും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ 2 പന്തിയായിട്ട് എല്ലാം വിളമ്പാനൊക്കെ തയ്യാറായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെയായിട്ടൊരു അമ്മ ചെന്നിരിക്കുന്നത് ആ വീട്ടിലെ ഉണ്ണി കണ്ടു, കൊച്ചു കുഞ്ഞ്. ആ കുഞ്ഞ് എന്നിട്ട് ആ അമ്മയ്ക്കും കഞ്ഞി വേണോ, ഞാൻ തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഇലയൊക്കെ ഇട്ട് എല്ലാം വിളമ്പി മതിയോ ഇഷ്ടത്തിന് കൊടുത്തു. സന്തോഷമായിട്ട് കഴിച്ചു. കൈ കഴുകാനായിട്ട് മേപ്പോട്ട് എണീറ്റു. ഒരു പ്രഭയായിട്ട് മേളിലോട്ട് പോവുക. അപ്പം ഇത് കണ്ടിട്ട് അടുക്കളയിൽ നിന്ന് ആ താഴവന ഇല്ലത്തെ അന്തർജനം ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയില്ല ഒരു പ്രഭ മേപ്പോട്ട് പോകുന്നു. അവർ ബോധം കെട്ടു വീണു. അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് ബോധമൊക്കെ വീണപ്പോൾ അവിടെ കൂടിയിരുന്നവരോട് ഈ കാഴ്ചകളെല്ലാം പറഞ്ഞു. അപ്പോൾ വെളുപ്പിനെ ഈനാശു എന്ന് പറഞ്ഞ സംഭവവും ഇപ്പോൾ ഇവിടെ ഉണ്ടായ അനുഭവം കൂടെ കൂട്ടി വായിച്ചപ്പോൾ ഇത് അമ്മ തന്നെ ആണെന്ന് അവർ ഉറപ്പിച്ചു. ഉടൻ തന്നെ കായങ്ങളുണ്ടായ അവൻ ആൾ പോയി. അദ്ദേഹം വന്നു. മങ്കുഴിക്കണിയാരെന്ന് പറഞ്ഞ അന്നത്തെ പ്രസിദ്ധനായ ജ്യോത്സ്യം വന്ന് കണ്ട് അദ്ദേഹം എല്ലാം നോക്കിയപ്പം സത്യമാണ്, നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാനിവിടെ വന്നിരിക്കുക. ഇനി എന്നെ ഒരു നല്ല സ്ഥാനത്ത് ഇരുത്തേണ്ടത് നിങ്ങളുടെ ഇതാണ്. ഞാനിവിടെ എൻ്റെ സാന്നിധ്യം ഇവിടെ ഞാൻ കാണിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈരയുടെ തെക്ക് ഈരയുടെ വടക്ക്, കൈത തെക്ക് കൈത വടക്ക്, ഇങ്ങനെ 4 കൂടി ചേരുന്ന കരയുടെ മധ്യസ്ഥായിട്ടാണ് ഇപ്പം കാണുന്ന ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഞങ്ങൾ ചെറുപ്പം മുതൽ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു ഐതിഹ്യം. അപ്പോൾ ആ ഈനാശു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു കുഞ്ഞിക്കാമപ്പിള. ആ കുഞ്ഞിക്കാമപ്പിള പിന്നെ കുട്ടമ്പിള്ളയുടെ മകളാണ് ലളിത. ഇപ്പം അമ്പലത്തിൻ്റെ വടക്ക് വശത്ത് താമസിക്കുന്നു. ഭാരതത്തിൻ്റെ ഒരു ഇതുകൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ചെട്ടുകുളങ്ങരയെ സംബന്ധിച്ചിടത്തോളം. ഐതിഹ്യങ്ങളിൽ പറയുന്ന ആ ഒരു കഥകളിലുപരിയായിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു കാര്യങ്ങളെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, ആ ഒരു വിഗ്രഹം, ആ ഒരു അമ്പലത്തിൻ്റെ ഉപദൈവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ക്ഷേത്രത്തിലെ മൂലവിഗ്രഹത്തെ പറ്റി പറയുമ്പോൾ ആറന്മുള തോട്ടത്തുമൺ വീട്ടിൽ നിന്ന വരിക്കപ്ലാവിൻ്റെ ആ ഒരു തടിയിലാണ് 6 അടി ഉയരമുള്ള ഈ ഒരു വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ദാരു വിഗ്രഹമാണ് ഇത്. ഇതിൽ പ്രധാനമായിട്ടും നടത്തുന്നത് ചാന്താട്ടം എന്ന് പറയുന്ന ആ ഒരു വഴിപാടും കാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു വിഗ്രഹത്തിൽ നടത്തപ്പെടുന്നത്. ചാന്താട്ടം എന്ന് പറയുന്ന ആ ഒരു വഴിപാട് ദിവസത്തിൽ 9 എന്നുള്ള കണക്കിലാണ് നടത്തുന്നത്. എങ്കിൽ പോലും 2040 വരെയുള്ള ആ ഒരു വഴിപാടിൻ്റെ ആളുകൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അത്രയും ദിവസത്തേക്കുള്ള വഴിപാടുകൾ 9 എണ്ണം ഒരു ദിവസത്തിൽ നടത്തിയിട്ട് പോലും 2040 വരെയുള്ള ദിവസത്തേക്ക് ഈ ഒരു വഴിപാട് ബുക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇപ്പോൾ തന്നെ എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ആളുകൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ട അല്ലെങ്കിൽ ആളുകൾക്ക് എത്രമാത്രം വിശ്വാസമുള്ള ഒരു അമ്പലമാണ് ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ചെട്ടുകുളങ്ങരക്കാരുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്ന അമ്മയെന്ന് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു ദേവിയായിട്ട് പരിലസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായിരിക്കുന്നു. എങ്കിലും ആളുകളുടെ വിശ്വാസത്തിനൊരു തെല്ലും കുറവില്ലാതെ ദിനംപ്രതി കൂടിക്കൊണ്ടുവരുന്ന ആ ഒരു വിശ്വാസമാണ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. എല്ലാവർക്കും തൻ്റെ അമ്മ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വളരെ ഭക്തി ആദരവോടുകൂടി ഈ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ശരിക്കും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കൂടാതെ ഈ അമ്പലത്തിൽ ഉപദേവതകളായിട്ടുള്ളത് വടക്കേ നടയിൽ ബാലകൻ, കിഴക്കേ നടയിൽ യോഗീശ്വരൻ, മൂർത്തി, യക്ഷിയമ്മ, ബ്രഹ്മരക്ഷസ്, ഗണപതി, കണ്ണമ്പള്ളിൽ ഭഗവതി, ഇല്ലത്തെ തേവാരമൂർത്തി എന്നറിയപ്പെടുന്ന ഭഗവതി. പിന്നീട് സങ്കല്പത്തിൽ, അതായത് പ്രതിഷ്ഠയില്ലാതെ ഒരു സങ്കല്പത്തിൽ ശാസ്താവും നാഗരാജാവ്, വടക്ക് പടിഞ്ഞാറേ മൂലയിൽ നിൽക്കുന്ന വലിയ പനയും,
അനന്തൻ ചെമ്പകം എന്ന സർപ്പരാജാവിൻ്റെ രൂപത്തിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ചെമ്പക മരവും അവിടെ വസൂരിമാല, ആനമറത തുടങ്ങിയ സങ്കല്പങ്ങളും കൂടി ചേർന്നതായിട്ട് പറയുന്നുണ്ട്. വടക്കേ നടയിൽ കത്തിച്ചു വയ്ക്കുന്ന വിളക്ക് കൊടുങ്ങല്ലൂരെ ഭഗവതിക്ക് ധ്യാനം എന്നോണം കത്തിക്കുന്നതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഗ്രാമീണ പരിസ്ഥിതികൾ എപ്പോഴും ഐതിഹ്യങ്ങളും കെട്ടുകഥകളും കൊണ്ട് വളരെ ബാഹുല്യമേറിയതാണ്. ഒരുപാട് കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട്. കെട്ടുകഥകൾ എന്ന് പറയുമ്പോഴേക്കും അതിനെ ഒരു കുറച്ച് കാണുകയല്ല, അല്ലെങ്കിൽ അത് ഒരു കെട്ടുകഥ അല്ലെങ്കിൽ ഒരു കഥ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റുകയല്ല, പകരം എഴുതപ്പെടാത്ത രേഖകളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, മറ്റുള്ളവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒക്കെയാണ് നമ്മൾ ഈ കെട്ടുകഥകൾ എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും ഒരു പൊയ്ക്കഥയാണെന്നോ അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത കാര്യത്തെ പൊലിപ്പിച്ച് കാണിക്കുന്നതാണെന്നോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഐതിഹ്യമാണ് ഭഗവതി മീനമാസത്തിലെ അശ്വതി അടിയന്തരത്തിന് ശേഷം കൊടുങ്ങല്ലൂരേക്ക് യാത്രയാകും എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഈ ഒരു ഭഗവതി ഇവിടേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളെന്നുള്ളൊരു വിശേഷണത്തിലാണ് ശരിക്കും ചെട്ടികുളങ്ങര അമ്മയെ അറിയപ്പെടുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂരേക്ക് മീനഭരണി കൂടാൻ വേണ്ടി ചെട്ടികുളങ്ങര അമ്മ പോകും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മീനഭരണി നാളിൽ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ നട തുറക്കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൂജാ വഴിപാടുകളൊന്നും നടത്താറില്ല എന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്. എന്നാൽ കാർത്തിക നാളിൽ അമ്മ ദേശത്തേക്ക് തിരികെ വരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ തിരികെ വരുന്നതിൻ്റെ സൂചനയായിട്ട് നടയ വീട്ടിൽ എന്ന് പറയുന്ന ആ ഒരു വീട്ടിലെ മുതിർന്ന ആൾക്ക് സ്വപ്നത്തിൽ ദർശനം കിട്ടുമെന്നും ആൽമരത്തിൻ്റെ കൊമ്പ് തനിയെ ഒടിഞ്ഞു വീഴുമെന്നും മണി തനിയെ നാഴികമണി തനിയെ മുഴങ്ങുമെന്നും വെടി പൊട്ടുമെന്നും തുടങ്ങിയ കഥകളൊക്കെ ഇങ്ങനെ കൈമാറി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്ന ഓരോ കാര്യങ്ങളും ആൾക്കാർക്ക് ദൃഷ്ടാന്തങ്ങളായിട്ട് മാറി അവർ സത്യമായിട്ട് അതിൽ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളുമൊക്കെയാണിത്. ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു കൂടുന്ന ഒരു ഗ്രാമീണ ഉത്സവമാണ് കുംഭഭരണി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ ഒരു ഗ്രാമത്തിൻ്റെ തനത് ഗ്രാമത്തിൻ്റെ ആ ഒരു ഉത്സവം എന്നുള്ള രീതിയിൽ, ആ ഒരു ദേശത്തെ ഒരു അമ്പലം എന്നുള്ള രീതിയിൽ ആ ഒരു കുറേ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ പല ദേശത്തു നിന്നായിട്ട് ഈ ഒരു ദിവസം അവിടെ വരാനും ഈ ഒരു വലിയ കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ശരിക്കും വിദേശികൾ പോലും ഈ ഒരു സ്ഥലത്തേക്ക് എത്തി ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ളതായതിനാൽ ഇവിടെ വന്ന് ഈ ഒരു കാര്യത്തെ കാണുവാനും ഈ ഒരു കെട്ടുകാഴ്ചയുടെയൊക്കെ ഒരു മനോഹാരിത ആസ്വദിക്കാനും ഒക്കെ ആയിട്ട്, ഫോട്ടോഗ്രാഫുകൾ പകർത്താനും ഒക്കെ ആയിട്ട് വിദേശികൾ പോലും ഈ ദിവസങ്ങളിൽ ഇവിടെ എത്താറുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഒരു വസ്തുത. കൂടാതെ ഈ ഒരു ക്ഷേത്രത്തിൽ നിത്യവും അന്നദാനമുണ്ട്. ഉച്ചക്കഞ്ഞിയും വൈകിട്ടത്തെ കഞ്ഞിയുമാണ്, അത്താഴ കഞ്ഞിയുമാണ് കൊടുക്കുന്നത്. ഈ ഒരു കഞ്ഞിക്കും സവിശേഷതയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ കൊടുങ്ങല്ലൂർ ദേശത്ത് നിന്ന് അമ്മ ഈ നാട്ടിലേക്ക് വന്ന സമയത്ത് താഴ്വന ഇല്ലത്തിൻ്റെ ആ ഒരു പുരമേച്ചിൽ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആഹാരം എന്ന് പറയുന്നത് കഞ്ഞിയും മുതിരപ്പുഴുക്കും അസ്ത്രവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് അമ്മയ്ക്കായിട്ട് നൽകിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അന്ന് താഴെ നിലത്തിരുന്ന് അവർ ആ ഒരു തടുക്ക് കെട്ടിയിട്ട്, അതായത് ഈ ഒരു ഓലയുടെ ആ ഒരു ഓലക്കാലിനാൽ ഉണ്ടാക്കുന്ന ആ ഒരു വളയം കൊണ്ട് അതിലേക്ക് ഇല ഇറക്കി വെച്ച് അതിലാണ് ഈ ചൂട് കഞ്ഞി ഒഴിച്ച് ആളുകൾ അന്ന് കുടിക്കുന്നത്. നിലത്തിരുന്ന് കുടിക്കുന്ന ആ ഒരു രീതി, ആ ഒരു സ്നേഹം അവരിന്നും കൈക്കൊണ്ട് ആ ഒരു രീതിയെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാലം ഇത്ര പുരോഗമിച്ചിട്ട് പോലും കുതിരമൂട്ടിലും ഒക്കെ കഞ്ഞി കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ശരിക്കും ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്പലത്തിൽ നിത്യവും ഉച്ചയ്ക്കും വൈകിട്ടും ഈ ഒരു കഞ്ഞി നൽകപ്പെടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളാണുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശബരിമല അമ്പലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു അമ്പലം കൂടിയാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം എന്നുള്ളതും ശരിക്കും നമ്മെ വിസ്മയപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവിടെയുള്ള പ്രധാന മറ്റൊരു വഴിപാടാണ് കുത്തിയോട്ട വഴിപാടെന്ന് പറയപ്പെടുന്നത്. കുത്തിയോട്ടം അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വഴിപാടായിട്ട് കണക്കാക്കപ്പെടുന്നു. ഈ ഉത്സവ ദിവസത്തിൽ, അതായത് ഈ ഫെസ്റ്റിവലിൻ്റെ ദിവസത്തിലേക്ക് അവിടേക്ക് കുത്തിയോട്ടമായിട്ട് ഘോഷയാത്രകളായിട്ട് പോകാറുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസങ്ങളിൽ കുത്തിയോട്ടങ്ങൾ നടക്കുന്ന വീടുകളിൽ അമ്മ പ്രത്യക്ഷയാവാറുണ്ട്. പല രൂപത്തിൽ പലർക്ക് അമ്മയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആൾക്കാർ പറയപ്പെടുന്നതും ആൾക്കാർ അതിൽ വിശ്വസിക്കുന്നതും. കുത്തിയോട്ടത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ കുത്തിയോട്ടം എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞു തരപ്പെട്ട വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോത്രവർഗ്ഗങ്ങൾക്ക് ആ ഒരു സമയത്ത് തൊട്ടുള്ള ആ ഒരു പാരമ്പര്യം അതിന് പറയാൻ വേണ്ടിയുണ്ട്. കുത്തിയോട്ടം ഇന്ന് കാണുന്ന ആ ഒരു ലെവലിലല്ല, അല്ലെ ആ ഒരു നിലയ്ക്കല്ല അന്നുണ്ടായിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗോത്രവർഗ്ഗങ്ങളിൽ അവർ വിളക്കുമാടങ്ങളിലും ഒക്കെ കൃഷികളൊക്കെ ചെയ്ത് അവർ ആ ഒരു ഭൂമിയുമായിട്ട് ബന്ധം സൂക്ഷിച്ച് ജീവിച്ചിരുന്ന ഒരുപാട് ആൾക്കാരായിരുന്നു. അങ്ങനെ ഭൂമിയുമായിട്ട് ബന്ധം സൂക്ഷിച്ച് ജീവിച്ചിരുന്ന ആ ഒരു മനുഷ്യർ തൻ്റെ കൃഷി വിളവെടുക്കുന്ന സമയത്ത് വിളവ് കിട്ടുമ്പോഴേക്കും അവർ വളരെ സന്തോഷമായിട്ട്, അതായത് കർഷകരെല്ലാം വളരെ സന്തോഷകരമായി
ഭയങ്കരമായിട്ട് ആനന്ദ നൃത്തം ചവിട്ടുമെന്നും ആ സമയത്ത് ഭൂമിക്ക് ഒരു ശോഷണം ഉണ്ടാകുമെന്നുമാണ് പറയപ്പെടുന്നത്. അതായത് ഭൂമിയിലെ വിളവുകൾ വലിച്ചെടുക്കുമ്പോൾ ഭൂമിക്ക് ശോഷണം ഉണ്ടാകുമെന്നും ആ ഒരു ശോഷണത്തെ നികത്താൻ വേണ്ടി നിണം കൊടുക്കണം എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഗോത്രവർഗത്തിൻ്റെ സംസ്കാരമാണ്, അതായത് ഒത്തിരി മുമ്പുള്ള സംസ്കാരമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിനുവേണ്ടി നിണം കൊടുക്കണമെന്നുമാണ് ചരിത്രം പറയുന്നതെന്നാണ് പറയപ്പെടുന്നത്. നിണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളെ കുരുതി കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള കഥകളാണ് ഞാൻ കേട്ടത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ കുരുതി കൊടുക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് അതിന് ശേഷം വന്ന തലമുറകൾ ആ മൃഗങ്ങളെ കുരുതി കൊടുക്കാൻ വേണ്ടി തുടങ്ങി. പിന്നീട് വന്ന ജനത ആ ഭൂമിയോട് അറ്റാച്ച്മെൻറ്റ് കാണിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു വിളവെടുക്കുന്നതും ആ ഒരു വിളവിൻ്റെ ഉത്സവമായിട്ടാണ് ശരിക്കും ഈ ഒരു സ്ഥലത്തൊക്കെ പുഴുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളതും. കാര്യം അങ്ങനെയുള്ള നടുതല സാധനങ്ങളൊക്കെയാണ് ശരിക്കും ആ ഭൂമിയിൽ നിന്ന് വിളവെടുക്കുന്നത്. അപ്പോൾ ആ ഭൂമിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ ആ ഒരു രീതിയെ പ്രകീർത്തിച്ചുകൊണ്ട് ശരിക്കും ഒരുപാട് കാര്യങ്ങളും ആ പരിസരങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ നടക്കാറുണ്ട്. വലിയ ചന്തകൾ നടക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പലയിടങ്ങളിലുമായിട്ട് കാർഷിക ഫെസ്റ്റിവൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കാർഷിക ഫെസ്റ്റ് എന്നൊക്കെ പുതിയ വാക്കാണ് എനിക്കറിയാം, എങ്കിൽ പോലും അങ്ങനെയുള്ള പ്രദർശനങ്ങൾ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഇപ്പോഴും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഭൂമിയോട് ആ ഭൂമിയുടെ ആ ഒരു മക്കളായിട്ട് നിന്ന് ആ ഒരു മണ്ണിൽ നിൽക്കുന്ന ആ ഒരു ഫീലിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു കുത്തിയോട്ടം എന്നുള്ള രീതിയിലേക്ക് പരിവർത്തിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശരിക്കും നമുക്ക് അതിനൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ സാധാരണക്കാരൻ്റെ കണ്ണിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഒരു ദേശത്ത് ആൾക്കാർ ഒത്തുകൂടി ഒരു ആഘോഷത്തെ അല്ലെങ്കിൽ ആ ഒരു ദിനത്തെ ആഘോഷമാക്കുന്ന, നല്ലൊരു വിളവെടുപ്പിനെ ആഘോഷമാക്കുന്ന ആ ഒരു ദിവസം. പണ്ട് ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു വിളക്കിൻ്റെയോ അല്ലെങ്കിൽ കുറച്ച് ചൂട്ടുകറ്റകളുടെയോ ഒക്കെ ഇടയിൽ അവർ ആ നേരത്തെ ആ ഭൂമിക്ക് വേണ്ടി ആ ഒരു സമയത്തെ ഭൂമിക്ക് വേണ്ടി കൊടുക്കുന്ന, അല്ലെ ആ ഒരു ഒത്തുകൂടലിനെ ആ ഒരു ദൈവികമാക്കി കാണുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ആവാം ചിലപ്പോൾ ഈ കുത്തിയോട്ടം എന്നുള്ള രീതിയിലേക്ക് വന്നത്. അപ്പോൾ എനിക്കറിയുന്ന വിവരങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പരിമിതമാണ്. അപ്പോൾ ഈ ഒരു വിവരവും എത്രമാത്രം കൃത്യതയാർന്നതാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു വിവരത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തിരുത്തി തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഈ ഒരു കാര്യത്തെ അമ്മയുടെ മുമ്പിൽ വഴിപാടായിട്ട് അർപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വഴിപാടായിട്ട് അമ്മയ്ക്ക് അതിൽ പ്രീതി ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് കുത്തിയോട്ടം എന്നുള്ള ആ ഒരു കുത്തിയോട്ടം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഈ ഒരു അമ്പലവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞൊരു വിവരം. കുത്തിയോട്ട പാട്ടുകൾക്ക് ഒരുപാട് നിറങ്ങളും ഈണങ്ങളും ഒക്കെ ഉണ്ട്. കുത്തിയോട്ട ദിവസങ്ങളിൽ ബാലന്മാർക്ക് പരിശീലനം നൽകുന്നതിനെ പറ്റി നമ്മൾ ഗൂഗിളിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളൊരു വിവരമാണ് നമുക്കിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓരോ സംഘത്തിനും ഓരോ ആശാൻ ഉണ്ടാകും. പ്രധാനമായും ബാലന്മാരെയാണ് പരിശീലനം നൽകുന്നത്. പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയ ദേവീ സ്തുതികൾ കുത്തിയോട്ടത്തിന് പാടുന്നു. ഒരു കുത്തിയോട്ടം വഴിപാടായി നടത്തുന്നതിന് ലക്ഷങ്ങൾ വേണ്ടി വരുന്നു. കുത്തിയോട്ടത്തിൽ ആൺകുട്ടികൾക്ക് മതപരമായ ചടങ്ങുകളും ഒരാഴ്ച കൊണ്ട്, അതായത് ശിവരാത്രി മുതൽ ഭരണി ദിവസം വരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ കാലയളവിൽ കുട്ടി വ്രതാനുഷ്ഠാനം ചെയ്യണം. ഭരണി ദിവസം രാവിലെ കുട്ടിയുടെ ശരീരം സ്വർണ്ണ നൂലുകൊണ്ട് ചുറ്റിക്കെട്ടി ആൺകുട്ടിയെ ഘോഷയാത്രയായിട്ട് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. ചൂരൽ മുറിയുന്ന ചടങ്ങ് എന്നാണ് ഈ ചടങ്ങിന് പറയുന്ന പേര്. ബാലന്മാരെ ഒരുക്കി തലയിൽ കിന്നരി വെച്ച തൊപ്പി, മണിമാല, കയ്യിൽ മടുവും കാപ്പും എന്നിവ ധരിപ്പിച്ച ശേഷം ദേഹമാസകലം കളഭം പൂശി തട്ടുടുപ്പിച്ച് അതിന് മുകളിലായിട്ട് വാഴയില വാട്ടിക്കെട്ടി അരിമണി ചാർത്തി ഇരു കൈകളും ശിരസിന് മുകളിൽ ചേർത്ത് പിടിച്ച് കയ്യിൽ പഴുക്കാപ്പാക്ക് തറച്ച കത്തി പിടിപ്പിക്കും. പിന്നീട് കുട്ടികളുടെ അരയിൽ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച നൂൽ കോർക്കും. ഇതാണ് ചൂരൽ മുറിയൽ. വെഞ്ചാമരം കൊണ്ട് വീശിയും പനിനീർ തളിച്ചും ഘോഷയാത്രയായിട്ടാണ് ബാലന്മാരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ലോഹനൂൽ ഊരിയെടുത്ത് ഭദ്രാദേവിക്ക് സമർപ്പിക്കുന്നതോടെ കുത്തിയോട്ടം വഴിപാട് അവസാനിക്കും. ദാരികനെ വധിച്ച ഭഗവതിയുടെ പടന്മാരായിട്ടാണ് കുത്തിയോട്ട ബാലന്മാരെ സങ്കല്പിക്കുന്നത്. അടുത്തത് കെട്ടുകാഴ്ചകളാണ്. കെട്ടുകാഴ്ചകളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ തേരും കുതിരയും എന്ന് നമ്മൾ പറയുന്ന കെട്ടുകാഴ്ചകൾ തന്നെയാണ്. ഈ ഒരു ദേശത്തെ 13 കരകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആ 13 കരകളുടെ പേരുകളാണ് ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂര്, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ്. ഇങ്ങനെ 13 കരകളായിട്ട് ഈ ഒരു ദേശത്തെ വിഭജിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെയും ഓരോ അവകാശങ്ങളുമുണ്ട്. അതായത് തേരും കുതിരയുമായിട്ട് ആ ഒരു ദിവസം അവിടേക്ക് എത്താനുള്ള അവകാശങ്ങളും ഉണ്ട്. 6 കരക്കാർക്ക് കുതിരയെ കൊണ്ടുവരാനുള്ള അവകാശമുണ്ട്. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, പേള, നടക്കാവ് തുടങ്ങിയ കരക്കാര് കുതിരയെ അണിയിച്ചൊരുക്കി. അതായത് കുതിര എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പൊക്കം കൂടി 125 അടിയോളം പൊക്കം വരുന്ന വലിയ രൂപങ്ങൾ ഉണ്ടാക്കി അവർ ആ തടിയിൽ തീർത്ത വലിയ രൂപങ്ങൾ ഉണ്ടാക്കി. അതൊക്കെ വലിയൊരു കല തന്നെയാണ്. അപ്പോൾ ആ ഒരു രൂപങ്ങളുമായിട്ട് ചക്രങ്ങൾ ഘടിപ്പിച്ച് ആ ഒരു കുതിരയെ വലിച്ചുകൊണ്ട് പാടത്തും കണ്ടത്തിനൂടെയൊക്കെയും അവർ നടന്ന് കാൽനടയായിട്ട് അതിനെ വലിച്ചുകൊണ്ട് ഈ അമ്പലത്തിൽ
അമ്പലത്തിലെത്തിക്കുന്നതാണ് ആ ഒരു ദേവിയെ കാണിക്കാൻ വേണ്ടി, ആ ഒരു ദേവിയുടെ മുമ്പിലേക്ക് എത്തുന്നതാണ് ഈ ഒരു ഉത്സവത്തിൻ്റെ പ്രാധാന്യമെന്നും പറയുന്നത്. അപ്പം അങ്ങനെ അവർ കുതിരയുമായിട്ട് അവിടേക്ക് എത്തുന്നു. പിന്നെ 5 കരക്കാർക്ക് തേര് എന്നുള്ളൊരു സങ്കല്പമാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, ആഞ്ഞിലിപ്ര, കടവൂര്, മേനാമ്പള്ളി തുടങ്ങിയ കരകൾക്ക് തേര് കൊണ്ടുവരാനുള്ള ആ ഒരു അവകാശമാണുള്ളത്. കൂടാതെ മറ്റം വടക്കര് ഭീമസേനനെ കൊണ്ടിരുന്നു. ഭീമസേന എന്ന് പറയുമ്പോൾ അതൊരു വലിയ മനോഹരമായ കെട്ടുകാഴ്ചയാണ്. പോത്തുകളെ പൂട്ടിയ രഥത്തിൽ ഭഗവതത്തിന് വേണ്ടി പോകുന്ന ആ ഒരു കാഴ്ചയാണ് ശരിക്കും ആ ഒരു ഭീമൻ എന്ന് പറയുന്ന ആ ഒരു രൂപത്തിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതിന് കണ്ണ് കിട്ടാതിരിക്കാൻ എന്ന് പറയപ്പെടുന്ന രീതിയിൽ ഈച്ചാടി വല്യമ്മ എന്ന് പറയുന്നൊരു സ്ത്രീയുടെ രൂപവും അതിനോടൊപ്പം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ മറ്റം തെക്ക് കരക്കാർ ഹനുമാൻ സ്വാമിയാണ് അണിയിച്ചൊരുക്കിക്കൊണ്ടുവരുന്നത്. രാവണനോട് നീ എൻ്റെ ചെറുവിരലിന് പോരാ എന്ന് പറയുന്ന ഒരു രൂപം, അതായത് കൈ നീട്ടിപ്പിടിച്ച ആ ഒരു രൂപമാണ് അണിയിച്ചൊരുക്കൊണ്ട് വരുന്നത്. കൂടാതെ പാഞ്ചാലി ദേവിയുടെ രൂപവും അതിനോടൊപ്പം ഉണ്ടായിരിക്കും. ശരിക്കും വളരെ ആ ഒരു കരകൗശല വിദ്യകൾ അല്ലെങ്കിൽ ആ ഒരു വാസ്തുശാസ്ത്രം, തച്ച് ശാസ്ത്രം എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അതിന് ഒത്തിണങ്ങിയ രീതിയിലുള്ള ഒരുപാട് വലിയ കലാകാരന്മാരും അല്ലെങ്കിൽ ആശാരിമാരും ഒക്കെ പണിതുയർത്തുന്ന രൂപങ്ങളാണ് ശരിക്കും ഇതെന്നൊക്കെ പറയുന്നത്. ശരിക്കും നമുക്കൊരു നാടിൻ്റെ ആ ഒരു ദേശീയ ഉത്സവം എന്നുള്ള രീതിയിൽ തന്നെ നമുക്കതിനെ കാണാനും അതിനെ മനസ്സിലാക്കാനും അതിനെ ഇഷ്ടപ്പെടാനും കഴിയുമെന്നുള്ളതാണ് ഒരു വസ്തുത. അടുത്തതായി നമ്മൾ നോക്കുന്നത് കൊഞ്ചും മാങ്ങ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. കൊഞ്ചും മാങ്ങ എന്നുള്ള കോൺസെപ്റ്റിൽ പറഞ്ഞു കേട്ട കഥകൾ പ്രകാരം ഈ അമ്പലവുമായിട്ട് അതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എങ്കിൽ പോലും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിൽ പോലും അൺഒഫീഷ്യലായിട്ട്, അതായത് ഒരാൾക്കുണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് ഒരു ദേശം മുഴുവൻ ആ ഒരു വിശ്വാസത്തിലെ ആ ഒരു കാര്യത്തെ വിശ്വസിക്കുന്ന ഒരു കഥയാണ് കൊഞ്ചും മാങ്ങ എന്നുള്ളൊരു സംഭവം. ആ ഒരു കൊഞ്ചും മാങ്ങ എന്നുള്ള പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ദേശത്ത് നിന്ന് ബന്ധുക്കളൊക്കെ വന്നിരിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് ആ ഒരു സ്ത്രീ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവർ കൊഞ്ചും മാങ്ങ എന്ന് പറയുന്ന ഒരു വിഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ശരിക്കും അതിലേക്കൂടെ കുത്തിയോട്ടത്തിൻ്റെ ചൂടുകളുമായിട്ട് ആളുകൾ ഇങ്ങനെ പോകുന്നു. അപ്പോഴത്തേക്ക് അത് കാണണം എന്നിവർക്ക് അതിയായ ആഗ്രഹമുണ്ടായി. അങ്ങനെ അവർ പറഞ്ഞു, എൻ്റെ ചെട്ടുകുളങ്ങര അമ്മ ഉത്സവത്തിൻ്റെ തിരക്കിലാണെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ഇതൊന്ന് നോക്കിക്കോണേ, എനിക്കതൊന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, മോഹമുണ്ട്, ഞാനൊന്ന് പോയി വരട്ടെ, അതുവരേക്കും ഇതൊന്ന് നോക്കിക്കോണേ എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തം അമ്മയെ ഏൽപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് അവർ ആ ഒരു കുത്തിയോട്ട ചൂടുകൾ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയി. അങ്ങനെ പുറത്തേക്ക് പോയവർ ശരിക്കും സമയം പോയത് അറിഞ്ഞില്ല. അവിടെ നിന്ന് കുറേ നേരം, ഒരുപാട് മണിക്കൂറുകളോളം ആ ഒരു കുത്തിയോട്ട ചൂടുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ മനസ്സിലൊരു ആദിയായിരുന്നു, അത് മുഴുവൻ കരിഞ്ഞു പോയിട്ടുണ്ടാവുമെന്നുള്ള പേടിയിൽ അവർ ഓടി വന്ന് അടുക്കളയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പാകമായപ്പോൾ പുറത്തേക്ക് വാങ്ങി വെച്ചതുപോലെ ആ ഒരു ചട്ടിയിൽ പാകമായ കൊഞ്ചും മാങ്ങയും ഇരിക്കുന്നു. കൂടാതെ അതിൻ്റെ മുകളിൽ കുറച്ച് പൂവും വിതറിയിരിക്കുന്ന കാഴ്ചകളാണ് ശരിക്കും അവർക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് വളരെ വേഗത്തിൽ ആ നാട്ടിൽ സ്പ്രെഡ് ആവുകയാണ്. അതുകൊണ്ട് ചെട്ടുകുളങ്ങര അമ്മയെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം അമ്മ കൃത്യതയോടെ ചെയ്തു. അമ്മയ്ക്ക് ഇതിൽ പ്രസാദമുണ്ടെന്ന് അറിഞ്ഞ ആളുകൾ എല്ലാവരും, അതായത് ആ ദേശത്തുണ്ടായിരുന്നവരും ഇതിനെപ്പറ്റി അറിയുന്ന എല്ലാവരും ഈ ഒരു ദിവസം കൊഞ്ചും മാങ്ങ എന്നുള്ള വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കാറുണ്ട്. ഇതും ഒരു ഐതിഹ്യ കഥകളിൽ വരുന്ന ഒരു കഥയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇതൊന്നും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളല്ല, അതായത് ഇനിയും ഒരുപാട് വിവരങ്ങൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് അറിയാനായിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് കൂടെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ദേശത്തിൻ്റെ ഉത്സവം, നാടിൻ്റെ ഉത്സവം, നാട്ടുകാരുടെ ഉത്സവം, എല്ലാ ജാതി മതസ്ഥരും, അതായത് ഇന്ന ജാതി ഇന്ന മതം, കുറഞ്ഞവൻ കൂടിയവൻ, അങ്ങനെയൊന്നും അവിടെ ഇല്ല. കാരണം എല്ലാവരും ആ തേരിൻ്റെയും കുതിരയുടെയും ചൂടിൽ അല്ലെങ്കിൽ ആ ഒരു കഞ്ഞിയുടെ ആ ഒരു ചൂടിൽ ഒക്കെ ഒരുപാട് മത സ്നേഹങ്ങളും ആ ഒരു വൈകാരികതയുടെയും ആ ഒരു വിശ്വാസത്തിൻ്റെയും ആ ഒരു സ്നേഹത്തിൻ്റെയും ഒക്കെ ഈറ്റില്ലമായിട്ടാണ് ഈ ഒരു ദേശവും ഈ ഒരു ദേശനിവാസികളും ശരിക്കും കടന്നു വരുന്നതെന്നുള്ളത് നമുക്ക് ശരിക്കും അത്ഭുതപ്പെടുന്നതെന്നും ഭയങ്കര സന്തോഷം തരുന്നതുമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എല്ലാവരുടെയും അമ്മയായിട്ട്, ആ ഒരു ദേശത്തിൻ്റെ അമ്മയായിട്ട് ഈ ഒരു ചെട്ടുകുളങ്ങര അമ്മ പരിലസിക്കുന്നു എന്നുള്ളതും ശരിക്കും നമുക്ക് വളരെ സന്തോഷവും സമാധാനവും സ്നേഹവും പകരുന്ന ഒരു കാഴ്ചയായിട്ടാണ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാനോ മറ്റുള്ളവരോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ക്ഷമിക്കുകയും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ, നിങ്ങളിത് അറിയാത്ത ചരിത്രങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നിങ്ങൾക്കിനി അറിയുന്നതാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു മഹത്വം ശരിക്കും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനോട് ശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് റെസ്പോൺസ് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തീർച്ചയായിട്ടും ഈ ഒരു ഉത്സവം എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ സ്നേഹത്തോടെ നമസ്കാരം.